കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് നമ്മുടെ PSC. ഈ ഒരു PSC എക്സാമിനേഷൻ പാസ്സാവുന്നതോടു കൂടിയിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കാൻഡിഡേറ്റ്സിനെ അവർ ജോബിലേക്ക് എടുക്കുന്നതാണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ക്ലർക്ക് ഫീൽഡിൽ, ടീച്ചിങ് ഫീൽഡ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, പല തസ്തികയിൽ, വില്ലേജ് ആൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ, ടെക്നിക്കൽ ജോബ്സ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്രട്ടേറിയറ്റ് ജോബ്സ്, ഫോറസ്റ്റ് ആൻഡ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജസിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് ആയിട്ടുണ്ട്. എക്സാം പാറ്റേൺ മെയിൻലി ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, അതായത് MCQ ടൈപ്പ് ആയിരിക്കും. മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് GK, കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി ഓഫ് കേരള ആൻഡ് ഇന്ത്യ, ജോഗ്രഫി, സയൻസ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് നമ്മുടെ പേപ്പറായിട്ടുള്ള ഇംഗ്ലീഷും മലയാളവും. എക്സാം എഴുതാൻ ആദ്യം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നമുക്കൊരു അക്ഷയ സെൻറ്ററിൽ പോയാൽ അവർ ഈസി ആയിട്ട് ചെയ്തു തരും. അതിനുശേഷം നമ്മൾ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ അതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സാം ഡേറ്റ് വരും. നേരിട്ട് പോയിട്ട് എക്സാം എഴുതിയ ശേഷം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് പേര് വരും, പിന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിട്ട് വരും. ഇന്നുണ്ടാവുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ അല്ലേ. ആൻഡ് ഇതിൻ്റെ ഡിഫിക്കൽട്ടി എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് തന്നെയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയാലും അതിൽ കുറച്ച് പേർക്ക് മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. സോ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ടു പ്രിപ്പയർ എന്നൊക്കെ ചോദിച്ചാൽ ആദ്യം നമുക്ക് ഇത് പഠിക്കാനും എഴുതാനുള്ള താല്പര്യം വേണം, പിന്നെ കൺസിസ്റ്റൻസി വേണം, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരാം, ആൻഡ് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. ആൻഡ് താല്പര്യം ഉണ്ടെങ്കിൽ കോച്ചിങ് ക്ലാസ്സസിന് ചേരുന്നതാവും ബെറ്റർ ഓപ്ഷൻ. കാരണം വീട്ടിലിരുന്ന് പഠിക്കുന്നത് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആവും എന്ന് നമുക്കറിയാമല്ലോ. ആൻഡ് ഇതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ കാറ്റഗറിക്കും ഏജ് ലിമിറ്റ് ഡിഫറൻസ് ഉണ്ട്. എന്നാലും ഇപ്പോൾ ഏജ് ലിമിറ്റിൻ്റെ കാര്യം കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. ഒരു 45 to അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. 40 വരെയൊക്കെ നമുക്ക് നിങ്ങൾ ഏത് എക്സാമാണോ എഴുതുന്നത് ആൻഡ് ഏത് കാറ്റഗറിയാണ് അതനുസരിച്ചിട്ടാവും നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഡിഫറൻസ് വരിക. ഇത്രയും കാര്യങ്ങളെങ്കിലും ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇതേപോലെയുള്ള പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസാണ് ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.